ആദ്യമായി പരിശുദ്ധ അമ്മയ്ക്കും ദിവ്യകുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് സിജി ജോൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2020 ജനുവരി 15-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം, എനിക്ക് ആദ്യം ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിന് ശേഷം രണ്ടാമതും കുഞ്ഞുണ്ടാൻ ആഗ്രഹിക്കുകയും അത് 2 വട്ടം അബോർഷൻ ആവുകയും ചെയ്തു. അതിനുശേഷം ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു അബോർഷൻ ആവാതിരിക്കാനുള്ള ഇഞ്ചക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞു. അതിനുശേഷം ഞാനിവിടെ കൃപാസന അമ്മയുടെ അടുത്ത് വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. എനിക്കൊരു കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കണമെന്ന് പരിശുദ്ധമ്മയോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിൽ ഞാൻ വിശുദ്ധ തൈലം ഉപയോഗിക്കുകയും ഉപ്പ് ഉപയോഗിക്കുകയും ചെയ്തു. എൻ്റെ ഉടമ്പടി കാലയളവ് തീരുന്നതിന് മുമ്പ് 3-ാം മാസം ഞാൻ ഗർഭിണിയാവുകയും ചെയ്തു. എനിക്ക് ഒരു പെൺകുഞ്ഞിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. കുഞ്ഞുണ്ടായതിനു ശേഷം കുഞ്ഞിന് ശ്വാസകോശത്തിലെ രക്തക്കുഴലുകൾ മാറിക്കിടക്കുകയായിരുന്നു. അപ്പോൾ ഡോക്ടർ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ വന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് കുഞ്ഞിന് ഒരു കുഴപ്പവും കൂടാതെ സർജറി വിജയകരമായി നടക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ കുഞ്ഞിനെ കൊണ്ടുവന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്നിരുന്നു. അതിനു പകരമായി സർജറി പൂർണ്ണമായി വിജയിച്ചു. ഇപ്പോൾ കുഞ്ഞിന് യാതൊരു കുഴപ്പവുമില്ല. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, ഇവിടെ നിന്ന് കിട്ടുന്ന കൃപാസന പത്രം എല്ലാ വീടുകളിലും ദേവാലയങ്ങളിലും കൊടുക്കുമായിരുന്നു. പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എല്ലാ മാസവും ഓരോ ഡയാലിസിസ് രോഗികൾക്ക് എന്നെക്കൊണ്ട് കഴിയുന്നൊരു സാമ്പത്തിക സഹായം ചെയ്യുമായിരുന്നു. അനാഥാലയങ്ങളിൽ ഭക്ഷണം കൊടുക്കുമായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ആത്മീയമായ വളർച്ച. എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുവാനും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കുവാനുമുള്ള കൃപ എനിക്ക് ലഭിച്ചു. ഇതിനു മുമ്പ് അങ്ങനെ കുമ്പസാരിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഉടമ്പടി എടുത്തതിന് ശേഷമാണ് കുമ്പസാരിക്കുകയും ദേവാലയത്തിൽ പോവുകയും ചെയ്തിരുന്നത്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.